നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും നിറവേറാത്തതിൻ്റെ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഒന്നും സഫലീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾ കഷ്ടപ്പെട്ട് കഠിനമായി ആഗ്രഹങ്ങളെ പിന്തുടരുന്നു കൊണ്ടാകുമോ ഇനി? അടുത്ത 5 മിനിറ്റിൽ അതിൻ്റെ കാരണങ്ങളും എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാമെന്നുമാണ് പറയുന്നത്. വീഡിയോ അവസാനം വരെ കേൾക്കുക, തീർച്ചയായും ഉപകാരപ്പെടും. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഒരു പ്രോസസ്സ് മനസ്സിലാകുക മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടാനും തുടങ്ങും. നിങ്ങൾ പിന്തുടരുന്ന കാര്യങ്ങൾ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. നിങ്ങൾ തേടിയെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരാൻ തുടങ്ങും. ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നുമില്ല, കുറച്ച് എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അത് നിങ്ങൾ യാഥാർത്ഥ്യത്തെ കാണുന്ന രീതിയെയും നിങ്ങളെ തന്നെയും മാറ്റുന്ന ഒന്നാകും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം, ചിലപ്പോൾ അതൊരു സ്വപ്നമായിരുന്ന ഒരു ജോലിയാവാം, ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്, അങ്ങനെ എന്തും ആവാം. നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും അതൊന്നും നടന്നിട്ടുണ്ടാവില്ല. ഇനി വേറൊരു സമയത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അടിപൊളിയായിട്ടൊരു സംഭവം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ മടിയിൽ വന്ന് വീഴുന്നു, നിങ്ങളുടെ കൈക്കുമ്പിളിൽ വന്ന് വീഴുന്നു. നിങ്ങൾ അതിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല, അമിതമായി അതിനോട് ആസക്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും അത് സംഭവിച്ചു. എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, പെരുമാറുന്നത്? നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതായി തോന്നുന്നത്, നമ്മൾ അത്രയൊന്നും പുറകെ നടക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ഒരു സംഭവ കഥ പറയാം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ നാട്ടിലേക്ക് വെക്കേഷന് പോയപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ള പോലെ മക്കളെയും കൊണ്ട് കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. ഒരു ദിവസം ബീച്ചിൽ സൂര്യാസ്തമയം കണ്ടു, കല്ലുമ്മക്കായ വാങ്ങി, ഉപ്പിലിട്ട് വാങ്ങി തന്നു. ബീച്ചിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് പോയി ഫുഡും കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറാൻ നേരമാണ് പേഴ്സ് പോക്കറ്റിലില്ല എന്ന് മനസ്സിലായത്. അതെവിടെയോ പോയിരിക്കുന്നു. ആകെ പാനിക്കായി. ഒരുപാട് രേഖകൾ, ഖത്തർ ID, ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ്, 4-5 ബാങ്ക് കാർഡുകൾ, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, കുറച്ച് ഖത്തർ റിയാലും ഇന്ത്യൻ റുപ്പീസും എല്ലാം പോയി. ഞങ്ങളെല്ലാവരും കൂടി അരിച്ചു പെറുക്കി വണ്ടി എടുത്ത് വീണ്ടും പോയ സ്ഥലങ്ങളും ഫുഡ് കഴിക്കാൻ പോയ സ്ഥലങ്ങളും റെസ്റ്റോറൻറ്റൊക്കെ പോയി തിരഞ്ഞു. ഒരു വിവരവുമില്ല. രാത്രി തന്നെ ബാങ്കിലേക്ക് വിളിച്ച് കാർഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തു. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഖത്തർ ID ഇല്ലാതെ തിരിച്ചു പോകാൻ പറ്റില്ല. ലൈസൻസൊക്കെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, കുഴപ്പമില്ല. 2-3 ദിവസം ടെൻഷനും കൊണ്ട് നടന്നു. പിന്നെ മനസ്സ് സാവധാനം പാകപ്പെട്ടു. ഖത്തർ ID അല്ലെങ്കിലും നമുക്ക് റിട്ടേൺ പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതുണ്ടാക്കിയാൽ തിരിച്ചു പോകാൻ പറ്റും. പിന്നെ ഖത്തറിലെത്തിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം. 3-4 ദിവസം കൊണ്ട് ആ ടെൻഷനൊക്കെ മാറി, അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ മാറി, അതൊക്കെ മറന്നു. ആ പേടിയും ബേജാറൊക്കെ മാറി. അങ്ങനെ ഒരു ദിവസം ഉണ്ട് വാട്സപ്പിലൊരു മെസ്സേജ്, ഒന്ന് തിരിച്ചു വിളിക്കാമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു, പേര് മനോജ്. ആൾ വർക്ക്ഷോപ്പിൽ വണ്ടി പണിയെടുപ്പിക്കാൻ വേണ്ടി ബാക്കിലെ സീറ്റ് ഊരിയപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് പേഴ്സ് കിട്ടി. പേഴ്സ് കിട്ടി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ബീച്ചിൽ പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഒരു മർക്കസ് കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിൽ വണ്ടി വെച്ച് ഓട്ടോക്കാണ് ബീച്ചിൽ പോയത്. തിരിച്ച് അങ്ങോട്ടും ബീച്ചിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് പോയത്. ആ ഓട്ടോയിലാണ് പേഴ്സ് വീണു പോയത്. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർമാരെ സത്യസന്ധത എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കിയ സമയം ആളയച്ചു തന്ന ലൊക്കേഷനിൽ പോയി പേഴ്സ് വാങ്ങി. ഒരു കഷ്ണം പേപ്പർ പോലും അതിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ പേഴ്സിലുണ്ടായിരുന്ന ഖത്തറിലെ ബിസിനസ് കാർഡുണ്ട്, അതിൽ എൻ്റെ ഖത്തറിലെ നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ വാട്സപ്പിൽ ആഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പേഴ്സിലുണ്ടായിരുന്ന ഇന്ത്യൻ റുപ്പി മുഴുവൻ എടുത്ത് അയക്ക് കൊടുത്തു. നന്ദിയും പറഞ്ഞ് തിരിച്ചു പോന്നു. ആ ഒരു സംഭവം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. ഞാൻ ആ പോയ പേഴ്സിനെ പറ്റി ചിന്തിക്കാതായപ്പോൾ, അതിനെപ്പറ്റി മറന്നപ്പോൾ അത് എന്നെ തേടി വന്നു. ഇതൊരു മാജിക്കൊന്നുമല്ല, യാഥാർത്ഥ്യം എങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്നില്ല, അത് നിങ്ങളോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി അമിതമായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഇല്ലായ്മ എന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. എനിക്കതില്ലല്ലോ എന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥ യാഥാർത്ഥ്യം മിറർ ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുക. എന്നാൽ അത് ഓൾറെഡി എൻ്റേതാണെന്ന് അല്ലെങ്കിൽ എൻ്റേതായി കഴിഞ്ഞു എന്ന് കരുതുമ്പോൾ, അതും അല്ലെങ്കിൽ നിങ്ങൾ റിലാക്സ് ആകുമ്പോൾ, വിട്ടുകളയുമ്പോൾ നിങ്ങളത് വരാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഇടമൊരുക്കുകയാണ് ചെയ്യുന്നത്. എഴുത്തുകാരനും ചിന്തകനൊക്കെ ആയ നെവിൽ ഗോഡാസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറിയെന്ന് നിങ്ങൾ അനുമാനിക്കുക, പ്രതീക്ഷിക്കുകയല്ല, ആഗ്രഹിക്കുകയല്ല, അത് നടന്നെന്ന് അനുമാനിക്കുക. നിങ്ങളങ്ങനെ അനുമാനിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ദിവസങ്ങൾ എണ്ണിയിരിക്കില്ല, കൂടെ അതിനെപ്പറ്റി ചിന്തിക്കില്ല, നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡൗട്ട് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇനി ആ അവസ്ഥയിലേക്ക് എത്താനുള്ള 3 സ്റ്റെപ്പുകൾ പറയാം. ഒന്നാമത്തെയാണ് സ്റ്റോപ്പ് ചേസിങ്, പിന്തുടരുന്ന നിർത്തുക. ഇപ്പോൾ തന്നെ എനിക്കത് വേണം എന്ന എനർജി ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ഇതിനകം അത് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് തേടിക്കൊണ്ടിരിക്കില്ലായിരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ശാന്തനാകും. അപ്പോൾ അത് ഇതിനകം എൻ്റേതായി കഴിഞ്ഞുവെന്ന് അനുമാനിക്കുക.
അതാണ് ആ സംഭവം നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള എനർജി എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് സ്റ്റേ ഇൻ ദ സ്റ്റേറ്റ്. ആ അവസ്ഥയിൽ തുടരുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും അത് സംഭവിക്കുമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ സംശയം തലവെക്കാൻ തുടങ്ങും. എവിടെയാ അത്? എന്താ സംഭവിക്കാത്തതെന്നൊക്കെ. അതാണ് പരീക്ഷണം. അത് എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ സമാധാനിച്ചുകൊണ്ട് മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ട് ആ പരീക്ഷണം വിജയിക്കുക. അടുത്ത സ്റ്റെപ്പാണ് ലോക്ക് ഇറ്റ് ഇൻ. നമ്മളെ അനുമാനത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു വിടവ്. ആ വിടവ് ഒരു കാലതാമസമല്ല, ഒരു അലൈൻമെൻ്റാണ്. അത് സംഭവിക്കാൻ വരുന്ന കാലതാമസത്തിനും ആ ഒരു നിശബ്ദതയിലും നിങ്ങൾ റിലാക്സ് ആയിരുന്നാൽ നിങ്ങൾക്കതിന് കഴിഞ്ഞാൽ അത് വേഗത്തിൽ വരുമ്പോൾ അത് നിങ്ങൾ സങ്കല്പിച്ചതിലും മികച്ചതായിരിക്കും. മുന്നേ പറഞ്ഞു പോയ എൻ്റെ പേഴ്സിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. അത് കളഞ്ഞു പോയ ടെൻഷൻ, അന്ന് അനുഭവിച്ച സ്ട്രെസ്സ്, തിരഞ്ഞെടുക്കൽ, അതെങ്ങനെ കണ്ടെത്തും, അതിന് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മറന്നപ്പോഴാണ് അതെനിക്ക് തിരിച്ചു കിട്ടിയത്. ജീവിതത്തിൽ അതെനിക്ക് തരാൻ ഇടമുണ്ടായത്. അല്ലേ? ഒരു ചെറിയ പേഴ്സണ് അങ്ങനെ സംഭവിക്കാമെങ്കിൽ നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ? അപ്പോൾ ഇനി മുതൽ ആഗ്രഹിച്ചത് നടക്കില്ലെന്ന സംശയം വരുമ്പോൾ എന്താ ചെയ്യാം? ഒന്നും ചെയ്യേണ്ടതില്ല. അത് നിങ്ങൾ ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളത് പിന്തുടരുന്നത് നിർത്തുന്ന നിമിഷം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തുന്ന നിമിഷം, കാത്തിരിക്കുന്നത് നിർത്തുന്ന നിമിഷം, അതൊക്കെ നിങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങും. എല്ലാം നിങ്ങളെ തേടി വരാൻ തുടങ്ങും. അപ്പോൾ ചേസ് ചെയ്യുന്ന നിർത്തി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം നിങ്ങളെ തേടി വന്ന അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് വീഡിയോ ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കും.